ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഇൻട്രോ പറഞ്ഞ സ്ഥലമല്ലാന്ന് എനിക്കറിയാം, എന്താ ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ ഞാൻ മാംഗ്രൂവ് ഷാമ്പു ബയോം തപ്പി ഇറങ്ങിയേക്കുമായിരുന്നു. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താണ് വീഡിയോ, അതായത് ബേസിൽ നിന്ന് ഞാൻ ഇൻട്രോ ഒക്കെ പറയാൻ തുടങ്ങിയതാണ്. റെക്കോർഡിങ് ഓൺ ആയിരുന്നു എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഒന്ന് ഫുൾ സ്ക്രീൻ ഗെയിമിൻ്റെ മാറ്റിയപ്പോഴാണ് ഞാൻ കാണുന്നത് എന്തായി OBS ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതുപോലെ മാംഗ്രൂവ് ഷാമ്പു ഇവിടെ ഉണ്ട്, ഇത് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചാണ്. നിങ്ങൾക്കൊന്നും കൂടി കാണിക്കാൻ വേണ്ടി ചെന്ന് ഇത് അഭിനയിക്കുന്നതാണ് എന്ന് മൈൻഡ് കണ്ട പറഞ്ഞോളൂ. എൻ്റെ ആക്ഷൻ സിൽക്ക് ടച്ചില്ല. ഇനിയിപ്പോൾ ലീഫ് പിടിച്ച് പൊട്ടിച്ചാൽ പറ്റുമോ? ലീഫ് പിടിച്ച് പൊട്ടിച്ചാൽ ഞാൻ നോക്കി നോക്കട്ടെ. ലീഫ് പൊട്ടിച്ചാൽ അങ്ങനെ ആ ഒരു പ്രൊപ്പല്ലർ കിട്ടി. സോറി, പ്രൊപ്പല്ലറിൽ അതിൻ്റെ പേരെന്താണ് നോക്കട്ടെ. പ്രൊപ്പഗൂൾ എന്നല്ലേ പറയാ? പ്രൊപ്പഗൂളാണ്. പ്രൊപ്പഗൂളാന്ന് എന്തായാലും നമ്മുടെ ഭാഷ പ്രൊപ്പല്ലർ. ഞാൻ എന്തായാലും ഒരു 5 എടുത്തിട്ട് കുറച്ച് മരവും കൂടി വെട്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോട്ടെ. അതിൻ്റെ ഞാൻ ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ കുറേ വായിട്ട് ചലച്ച്, അത് വെറുതെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ എല്ലാം നിങ്ങൾക്കൊന്നും കൂടി പറഞ്ഞുതരാം. ഇതേ തവള പോകുന്നു, ഇവനെ നമുക്ക് പിന്നെ ഒന്ന് പിടിക്കാം. ഞാൻ എന്തായാലും ഇവിടുത്തെ കോർഡിനേറ്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതാകുമ്പോൾ പിന്നെ എനിക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തവളേനെയൊക്കെ പിടിച്ചിട്ട് പോകാൻ വേണമെങ്കിൽ. ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ടും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ബേസിലോട്ട് പോവാണ്. ഞാൻ ഈ സ്ഥലം കണ്ടുപിടിക്കുമ്പോഴൊക്കെ ഞാൻ ഡാർക്കൊക്കെ കണ്ടുപിടിച്ചു, ചെറിയ ബ്ലോസം കണ്ടുപിടിച്ചു, കുറച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് ബേസിലോട്ട് എത്തണം. എൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ നോക്കി നോക്ക്. എക്സ് അധികം ഇല്ല, എക്സ് മൈനസ് ഒക്കെ അത്രേ ഉള്ളൂ. പക്ഷേ Z നോക്കി നോക്ക്, 9039. ഇനിയിപ്പോൾ വെറും 130 അവിടെയാണ് എൻ്റെ ബേസ് ആയിട്ടുള്ളത്. ആ ഒരു സ്ഥലത്തോട്ട് ഞാൻ എന്തായാലും പോട്ടെ. ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കണ്ട് നിങ്ങളെ അറിയിക്കാം. എനിക്ക് കുറച്ച് കെൽപ്പ് എടുക്കുന്നുണ്ട്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചാർക്കോൾ ഫാമായിട്ട് ഉണ്ടാക്കേണ്ടി വന്നാലൊക്കെ എനിക്ക് ആവശ്യപ്പെടും. എൻ്റെ ബോട്ട് ഇവിടെ ഉണ്ട്. അതിന് മുമ്പ് ഒരു സ്റ്റക്ക് കളക്ട് ചെയ്യട്ടെ. എല്ലാം എൻ്റെ കൈ കയറിയിട്ടില്ല. ഓക്കെ, ഒരു സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ബേസിലോട്ട് പോവാണ്. ഞാൻ ബേസിനിടക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണ്ടും കണ്ടാൽ നിങ്ങളെ അറിയിക്കാം. ഞാൻ കണ്ടാൽ നിങ്ങളെ കാണിക്കാം. കുറച്ചധികം ദൂരം പോകാനുണ്ട്. ഞാൻ എന്തായാലും പെട്ട് ഇത്ര റിസ്ക് എടുത്ത് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കുന്ന എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക്. സംഭവം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടൊരു വലിയ മല ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊരു എംറ്റി ആക്കി ഇടുന്നതിനെക്കാട്ടി നല്ലത് എനിക്കൊരു ഐഡിയ കിട്ടി. അതിൻ്റെ മണ്ടയിൽ ഒരു സന്യാസിൻ്റെ വീട് ഉണ്ടാക്കിയാലെന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മിക്കവാറും സന്യാസിൻ്റെ വീട് ഉണ്ടാക്കൂല, പക്ഷെ ആ ഒരു സ്ഥലത്ത് ഇച്ചിരി ആവശ്യപ്പെടുന്ന ഒരു സാധനം ഞാൻ ഉണ്ടാക്കും. അതെന്താ വെച്ചാലാണ് ഗോങ്. കിങ് കോങ് അല്ല, ഗോങ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് നിങ്ങൾക്കും പോകാൻ വേണ്ടിയൊരു സ്ഥലമില്ലേ, അതന്നെ നിങ്ങൾക്ക് മനസ്സിലില്ലേ? നാക്കിന്റെ തുമ്പത്തിന്റെ പുറത്തോട്ടിട്ടോ, അതന്നെ സ്കൂള്. അപ്പൊ സ്കൂൾ ഇന്റർവെല്ലിന് അടിക്കാൻ മണി ഉണ്ടാവില്ലേ, ടിങ് ടിങ്. ചില സ്കൂളിൽ ചിലപ്പോൾ മറ്റേ സ്വിച്ച് ഇട്ടിട്ട് മറ്റേ ബെല്ലിൻ്റെ ഇങ്ങനെ ടെറിന് അടിക്കുന്നതായിരിക്കും. പക്ഷെ അതല്ല, ഇത് വട്ടത്തിലൊരു പ്ലേറ്റിലിട്ട് കമ്പെടുത്തടിക്കുന്ന പോലെ ചുറ്റികെടുത്തടിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഓഷൻ ടെമ്പിൾ എന്നൊന്നുമില്ലല്ലോ, വേറെ എന്തെങ്കിലും പ്രിസ്മറിയം ബ്ലോക്ക് കിട്ടും. പിന്നെ മറ്റേ മൈനിങ് ഫിറ്റിയൊക്കെ തരുന്ന മറ്റേ സാധനം ഇതിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ പിന്നെ വരാൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷനിലോട്ട് ബാക്കി തിരിച്ചു പോവാം. അപ്പോൾ ആ സ്കൂളിൽ ബെല്ലടിക്കുന്ന സാധനത്തിന്റെ വലുത്, അതെ, നിങ്ങൾ ചൈനീസ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വലിയൊരു സാധനത്തിട്ട് ഒരാളിട്ട് തലയിടിത്തടിക്കുന്ന, തലയല്ല ചുറ്റിക്കാണ്. ഞാൻ ഒരു ആവശ്യത്തിൽ പറഞ്ഞാണ്, ആവേശത്തിൽ. എന്നിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വലിയൊരു മണി, അതെടുത്ത് നമുക്ക് അടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ മണി ഫോട്ടോ കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബേസിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വരട്ടെ. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഡാർക്ക് ഓക്ക് ഭയം. അത് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ബേസിലെത്തിയിട്ട്. പിന്നെ ഈ മെസ്സാ ഭയം ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ എന്തോ കണ്ടു, അതെ, ഡെസേർട്ട് ടെമ്പിൾ കിട്ടി. ഡെസേർട്ട് ടെമ്പിൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അത് സൈഡ് പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കയറുന്നത്. ഈ വെള്ളമായിട്ട് പ്രഷർ പ്ലേറ്റിൻ്റെ മണ്ടേ ആക്റ്റീവ് ആവുമോ? ഇല്ല, ആക്റ്റീവ് ആയില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഓക്കെ, ഈ ഒരു ഡയമണ്ട് ഹോഴ്സ് ആർമർ കിട്ടി. ഇത് മാത്രമേ അതിനകത്ത് നല്ലതായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ 4 ചെസ്റ്റിൽ. അതാ എൻ്റെ ട്രേഡിംഗ് ഹാള്. അങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഞാൻ ഇവിടെ ഒരു കുഴി ഒഴിക്കുന്നുണ്ട്. ഒരു 2 ബ്ലോക്ക് താഴത്തോട്ടും കൂടി ആക്കാം. അപ്പോൾ ആ വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പോലെ ആക്കും. അല്ലെങ്കിൽ 1 ബ്ലോക്ക് മതി. ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങോട്ടല്ല പോകുക, ഇങ്ങോട്ട് വെച്ചാലോ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനിയിപ്പോൾ പ്രൊപ്പല്ലർ എടുത്ത് ഇവിടെ നട്ടിട്ട് ഹെലികോപ്റ്റർ വളർന്ന് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഞാൻ ആവശ്യമുള്ള ഇച്ചിരി സാധനങ്ങളും കൂടി ബാക്കി എടുത്തിട്ട് വരാം. ഇതിങ് വളർന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മെയിനായിട്ട് വരുന്ന കോപ്പറാണ്. പിന്നെ ബാക്കി മാംഗ്രൂവിൻ്റെ തന്നെ ട്രാപ്പ് ഡോർ, സ്ലാബ്, അതൊക്കെ. ഞാനെന്നാൽ ഈ മരവും വെട്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ വരാം. ഇതേ ഈ ഒരു മല ഉണ്ടാ, ഈ ഒരു മണ്ടയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങോട്ടൊരു പാത്ത് വേയും കൂടി സെറ്റാക്കണം. എന്നാലും നമുക്ക് ഒരു സന്യാസീനെ കാണാൻ പോകുന്നവർക്ക് കയറാൻ പറ്റുള്ളൂ. ഈ സ്ഥലത്തുള്ള ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് എക്സെറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇതൊക്കെ പൊട്ടിച്ചിട്ട് വരാം. ഇതിപ്പോൾ എങ്ങനെയുണ്ട് കണ്ടോ? ഞാൻ അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, പരത്തിയിട്ടുണ്ട്. ബാക്കിലോട്ട് കുറച്ചും കൂടി സ്റ്റോൺ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. അന്നേരം നമുക്ക് കറക്റ്റ് അവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്നേരം ബാക്കിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബോർ ഉണ്ടാകും, കാരണം ഇച്ചിരി എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല.
ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയും കൂടി ആക്കണം. അത് സന്യാസിനെ കാണാൻ പോകുന്നവർക്ക് കയറാനായിട്ട് ഒരു അഡ്വഞ്ചറസ് വഴി തന്നെ നമുക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സന്യാസീൻ്റെ ഹൗസ് ഉണ്ടാക്കുന്നില്ല. അതിന് പകരം ഞാൻ ആ ഒരു ഗോങ് മാത്രമേ അവിടെ ഉണ്ടാക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഇതുണ്ടാക്കും. പിന്നെ ഈ എപ്പിസോഡ് എപ്പോഴെ വരുമെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ ഇരുന്ന റെക്കോർഡിങ് തുടങ്ങിയ മാംഗ്രൂ കിട്ടാത്തതുകൊണ്ട് മടുത്തിട്ട് സമയം പോയി, കളിക്കാനുള്ള സമയം പോയതുകൊണ്ട് ഞാൻ ഇന്നെടുത്ത റെക്കോർഡ് ഇത് ഇന്നാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇടും അറിയില്ല. ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷേ എന്താ എഡിറ്റ് ചെയ്യാനാണ് പാട്, അതാണ് പ്രശ്നം. ഞാനിന്നൊന്ന് രാവിലെ ആക്കിയിട്ട് അവിടെ പോയിട്ട് പാത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാം. ഇതൊക്കെ എടുത്ത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ചാൽ ഇച്ചിരിയും കൂടി രസം തോന്നും. ആ ക്രെയിനിൻ്റെ അതിൽ കൂടെ വന്നാലേ നമുക്ക് നമ്മുടെ സന്യാസിൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ക്രെയിനിൻ്റെ ആ മലയിൽ നിന്ന് ഇങ്ങോട്ടാണ് ആ മല കണക്റ്റ് ആവുന്നപോലെ ഞാൻ ആക്കിയേക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ പാത്ത് വേക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ആ പാത്ത് വേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ഞാൻ ഇതിൽ കൂടി കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകണം. ഇച്ചിരി കുണ്ടും കുഴിയൊക്കെ ഉള്ള കയറ്റാണ്. അതുകൊണ്ട് നോക്കി പോയില്ലെങ്കിൽ കാലിൽ അട്ട കടിക്കും. അട്ടയില്ലായിരുന്നു, നമുക്ക് അട്ടേനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു. പക്ഷെ അട്ടൊന്നുമില്ല. ഇതിങ്ങനെ വന്നിട്ട് അപ്പുറത്തെ മലയിലോട്ട് കണക്റ്റ് ആവുന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ വേണം നമ്മൾ കയറാൻ. ഇവിടെയാണ് ഇച്ചിരി കൂടെ അഡ്വഞ്ചറസ്. ഇവിടെ നീ അറ്റത്തുനിന്ന് അറ്റം താഴത്തോട്ട് വീണാൽ നമ്മുടെ കഥ തീരും. എന്നിട്ട് ഇതിൽ കൂടെ വന്ന് കഴിഞ്ഞില്ല, തിരിഞ്ഞ് ഇങ്ങനെ കയറണം. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് ഈ മല ഉണ്ടാവും. ഞാൻ ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്താലേ ആ ഒരു സന്യാസിൻ്റെ വീട് ഉണ്ടാക്കാൻ പറ്റൂ. ഞാനിപ്പോൾ എന്തായാലും ഗോങ് ഉണ്ടാക്കട്ടെ. നിങ്ങളതുവരെ റീപ്ലൈ കൂടെ ഉണ്ടോ? അങ്ങനെ അതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ചൈനീസ് ടൈപ്പുള്ള ഒരു ഗോങ് ആണ്, അതുകൊണ്ടാണ് ഇത്ര വലുതാക്കിയേക്കുന്നത്. ഇനിയിപ്പോൾ വലിച്ചു വിട്ട് എനിക്ക് സമയമില്ല. ഞാൻ എന്തായാലും നിർത്തുവാണ്. അടുത്ത എപ്പിസോഡിൽ വരാം. ടാറ്റ ബൈ ബൈ.